സദസ്സിന് വിനീതമായ കൂപ്പുകൈ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് കുടുംബം എന്നാൽ ഗാർഹിക സഭയാണ്. കുടുംബം മനുഷ്യന്റെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഈശോയുടെ സാന്നിധ്യത്തിൽ വിവാഹം എന്ന കൂതാശയിലൂടെ ഒന്നായിത്തീർന്ന സ്ത്രീയും പുരുഷനും അവർക്ക് ദൈവം ദാനമായി നൽകുന്ന മക്കളും ഒരുമിച്ച് പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ആദരവിലും ജീവിക്കുന്ന സ്വർഗതുല്യമായ ഭവനമാണ് ഈശോ വിഭാവനം ചെയ്യുന്ന കുടുംബം. ഈ കുടുംബത്തിലാണ് ഈശോ വസിക്കുന്നത്. ഉത്തമമായ ഈശോ വസിക്കുന്ന കുടുംബത്തിന്റെ മാതൃകയാണ് നസ്രത്തിലെ തിരുകുടുംബം. എല്ലാ അർത്ഥത്തിലും കുടുംബം പൂർണ്ണമാകണമെങ്കിൽ അവിടെ ഈശോ വസിക്കണം. ഒരുമിച്ച് ദേവാലയത്തിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയാറുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ദൈവിക കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ പോകുവാനും മുട്ടുകുത്തി കുരിശ് വരപ്പിക്കുവാനും പ്രാർത്ഥനകളിൽ അവരെ മാതാപിതാക്കൾ സജീവമായി പങ്കെടുപ്പിക്കുവാനും പരിശീലിപ്പിക്കണം. അതിനാദ്യം മാതൃക നൽകേണ്ടത് മാതാപിതാക്കളാണ്. അതുപോലെ മുതിർന്നവരായ മക്കൾ വൃദ്ധരായ മാതാപിതാക്കളെ ദേവാലയത്തിൽ കൊണ്ടുപോകാനും കൂദാശകൾ സ്വീകരിപ്പിക്കുവാനും അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ പരസ്പരം സഹായിച്ചും പ്രോത്സാഹിപ്പിച്ചും പ്രാർത്ഥനയിലും ദേവാരാധനയിലും പങ്കെടുക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ ഈശോ വസിക്കുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സങ്കടത്തിന്റെ കണ്ണീർ പെയ്ത്തിലും സഹായിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ഓരോ കുടുംബത്തിനും സാധിക്കണം. പരസ്പരം കുറ്റം പറഞ്ഞാൽ എന്താണ് പ്രയോജനം? ഓരോ കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ തന്നെ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായ ഇഷ്ടങ്ങളും ആശയങ്ങളും കാഴ്ചപ്പാടുകളും സ്വഭാവ സവിശേഷതകളും ഉള്ളവരാണ് ഓരോ വ്യക്തികളും. എങ്കിലും എല്ലാ ഇഷ്ടങ്ങളെയും പൊരുത്തക്കേടുകളെയും അതിജീവിച്ച് ഒന്നിച്ചു മുന്നേറാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഈശോ. ഈശോ വസിക്കുന്ന കുടുംബത്തിലാണ് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്. ലൂക്കാസ് സുവിശേഷകൻ 30 വയസ്സുവരെയുള്ള യേശുവിന്റെ ജീവിതത്തെ സംഗ്രഹിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഒരു വ്യക്തിയുടെ കുടുംബമാണ് ഒരു വ്യക്തിയുടെ പ്രഥമ പാഠശാല. നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അവൻ അവിടെ നിന്നാണ് പഠിക്കുന്നത്. ദൈവത്താൽ വിളിക്കപ്പെട്ടതും സ്വർഗത്താൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടതും മാലാഖമാരാൽ വിളംബരം ചെയ്യപ്പെട്ടതും സഭയാൽ സംയോജിക്കപ്പെട്ടതും അടയാളങ്ങളാൽ മുദ്രവയ്ക്കപ്പെട്ടതുമാണ് ഈശോ വസിക്കുന്ന ക്രിസ്തീയ കുടുംബം. ഈ കുടുംബം കണ്ടാൽ ഇവിടമാണ് സ്വർഗം, ഇവിടെയാണ് ഈശോ വസിക്കുന്നതെന്ന് പറയുവാൻ സാധിക്കണം. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതും ആ സ്വപ്നങ്ങൾക്ക് ചെറുകും മുളപ്പിക്കാൻ എനിക്ക് കൂട്ടായിരിക്കുന്നതും എന്നെ ഞാനാക്കിയതും എന്റെ കുടുംബമാണ്. എന്റെ സ്വന്തമായതെന്ന് എനിക്ക് അവകാശപ്പെടുവാൻ എനിക്ക് മാത്രമായതില്ല. എന്റെ കുടുംബത്തിൽ ഈശോ വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ക്രൈസ്റ്റ്.